Hi, welcome to Ignited Future Hub. Getting ready for SCRT Class 9 Physics. The roots of education are bitter, but the fruit is sweet. What you need: your brain and attention, computer or mobile or tablet or laptop, internet connection, pen and paper to note it, positive attitude to learn with patience. Today, we learn forces in fluids. Note it in paper and later prepare quality notes. Forces in fluids. ഈ ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. A ship remain afloat on water. എന്തുകൊണ്ടാണ് ഷിപ്പ് വെള്ളത്തിന്റെ മേലെ കൂടെ ഇങ്ങനെ പോണത്? Razor blade also floats on വാട്ടർ. ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു റേസർ ബ്ലേഡ് വെള്ളത്തിന്റെ മേലെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നു. An empty plastic bottle floats on water. A plastic floats on water. In our real life, a plastic mug always lies on the top of the water in the bucket. നമ്മൾ എപ്പോഴും നമ്മളെ നിത്യജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവാം, നമ്മളെ ബക്കറ്റിൻ്റെ അകത്ത് മേലെ പാട്ട വെച്ച് കഴിഞ്ഞാൽ ആ പാട്ട വെള്ളത്തിന്റെ മേലെ പൊങ്ങി നിൽക്കും. അതിൽ വെള്ളം നിറയാത്തിടത്തോളം കാലം. ടേക്ക് എ ബക്കറ്റ് ഫുൾ ഓഫ് വാട്ടർ. നമുക്ക് കുറേ എക്സാമ്പിളിലൂടെ പഠിക്കാം. ടേക്ക് എ ബക്കറ്റ് ഫുൾ ഓഫ് വാട്ടർ. ഒരു ബക്കറ്റ് നിറച്ചും വെള്ളം എടുക്കുക. ടേക്ക് എൻ എംറ്റി പ്ലാസ്റ്റിക് ബോട്ടിൽ. ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ, എംറ്റി ആയിട്ടുള്ള ഒന്നും ഇല്ലാത്തൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുക. അതിന്റെ മൂടി നല്ലോണം ഇടുക. ടൈ ദ കോർക്ക് ഓഫ് ദ ബോട്ടിൽ. The plastic bottle should be empty. Make sure that your plastic bottle is empty. Try to immerse the plastic bottle in the water. ഇങ്ങനെ എംറ്റി ഒന്നും ഇല്ലാത്തൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ വെള്ളത്തിലേക്ക് മുക്കാൻ ശ്രമിക്കുക. Soon it gets lifted up with an upward force called buoyancy. അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ പ്ലാസ്റ്റിക് ബോട്ടിൽ മേലോട്ട് പൊന്തി വരുന്നത്. അതെന്തുകൊണ്ടാണ്? ഒരു upward force called buoyancy. It gets exerted by liquids and gases. So both together are called fluids, hence named forces in fluids. സാധാരണ ലിക്വിഡ് വെള്ളത്തിൽ മാത്രമല്ല ഗ്യാസസിന്റെ ഇടയിലും ഈ ഒരു ഇത് വരാറുണ്ട്. ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. സോ ബോത്ത് ടുഗദർ കോൾഡ് ഫ്ലൂയിഡ്സ്. ലിക്വിഡ്സിനെയും ഗ്യാസസിനെയും ഒരുമിച്ചാണ് നമ്മൾ ഒരുമിച്ച് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ പേര് വന്നത് എന്താ? ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ്സ്. Body situated in liquid experiences two forces. Weight of the body acting downwards, buoyancy acting upwards on the body. രണ്ട് തരത്തിലുള്ള ഫോഴ്സ് ഉണ്ട്. ഒരു ഫോഴ്സ് എന്താണ്? ആ ബോഡി, ഏതൊരു ബോഡിയാണോ, ഏതൊരു വസ്തുവാണോ, ഏതൊരു ബോഡിയാണോ, ആ ബോഡീൻ്റെ വെയിറ്റ് വിച്ച് ഇസ് ആക്ടിങ് ഡൗൺവേർഡ്സ്, താഴോട്ട്. അതേപോലെ ബോയൻസി ആക്ടിങ് അപ്വേർഡ്സ് ഓൺ ദ ബോഡി. ബോയൻസിന്റെ മറ്റൊരു വാക്കാണ് അപ്ത്രസ്റ്റ്. അത് മേലോട്ടേക്കാണ് ആക്ട് ചെയ്യുന്നത്. Definition: when a body is immersed partially or completely in a fluid, the fluid exerts an upward force on the body. This force is known as buoyancy. അതായത് ഒരു ബോഡി വെള്ളത്തിൽ മുഴുവനായിട്ടോ അല്ലെങ്കിൽ പകുതിയായിട്ടോ മുക്കിക്കഴിഞ്ഞാൽ ഫ്ലൂയിഡ് എക്സേർട്സ് an upward force. അപ്പം തന്നെ ഒരു upward force നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും on the body. This force is known as buoyancy. ആ ഫോഴ്സിനെ പറയുന്ന പേരാണ് buoyancy. The best word to learn is to learn with examples. Example of buoyancy: a hydrogen filled balloon rises in the air. അതായത് ഹൈഡ്രജൻ ഫിൽഡ് ബലൂൺ എപ്പോഴും എന്താണ്? എയറിൽ മേലോട്ട് പൊങ്ങി പോകും. അതൊരു എക്സാമ്പിൾ ആണ് ബോയൻസിയുടെ. ബലൂൺ ഫ്ലോട്ടിംഗ് ഓൺ വാട്ടർ, അതും എന്താണ്? ബോയൻസിയുടെ എക്സാമ്പിൾ ആണ്. ഹൗ ടു മെഷർ ബോയൻസി. എങ്ങനെയാണ് ബോയൻസി മെഷർ ചെയ്യുന്നത്? ആദ്യം ഒബ്ജക്റ്റ് എടുക്കുക. അത് ഇവിടെ സ്റ്റോൺ ആയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി മെറ്റൽ, ഏതെങ്കിലും ഒരു മെറ്റൽ ആവാം. വെയിറ്റ് ഇൻ എയർ, അതിന്റെ വെയിറ്റ്, എയറിലുള്ള വെയിറ്റ് കണ്ടുപിടിക്കുക. വെയിറ്റ് ഇൻ വാട്ടർ, വെള്ളത്തിലുള്ള വെയിറ്റും കണ്ടുപിടിക്കുക. ലോസ് ഓഫ് വെയിറ്റ്, വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ വാട്ടർ. എപ്പോഴും വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ വാട്ടർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ബോയൻസി കിട്ടും. Factors that influence buoyancy: liquid,
weight of stone in liquids, loss of weight in air minus weight in liquid or buoyancy, density of liquids. ആദ്യം നമ്മൾ എന്താ എടുക്കുന്നത് ഇവിടെ? കെറസിനാണ്. കെറസിന്റെ ഡെൻസിറ്റി കണ്ടോ? 810 ഉള്ളൂ. വാട്ടറിന്റെ ഡെൻസിറ്റി ഇവിടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത് 1000 ആണ്. സെലൈൻ വാട്ടർ എന്ന് പറഞ്ഞാൽ ഉപ്പുവെള്ളമാണ്. അത് 1025 ആണ് ഡെൻസിറ്റി. ഇതിന്റെ വെള്ളമാണ് എടുക്കുന്നതെങ്കിൽ വെള്ളത്തിലുള്ള വെയിറ്റ് കണ്ടുപിടിക്കുക. അതേമാതിരി എയറിലുള്ള വെയിറ്റും കണ്ടുപിടിക്കുക. വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ ലിക്വിഡ് നമുക്ക് എന്ത് കിട്ടും? ബോയൻസി കിട്ടും. ഡെൻസിറ്റി ഈസ് എ ഫാക്ടർ വിച്ച് എഫക്ട്സ് ബോയൻസി. നമുക്ക് മനസ്സിലാക്കണം, ഡെൻസിറ്റി ഒരു ഫാക്ടറാണ്, ബോയൻസിനെ എഫക്ട് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ്. എ സ്റ്റോൺ കെപ്റ്റ് ഇൻ കെറസിൻ. Kerosene has less density than water. Stone is very clear in it. കണ്ടോ ഈ ഒരു ചിത്രത്തിൽ? A stone kept in water. Water has more density than kerosene but not as clear as kerosene. A stone kept in saline water, least clear among the three solutions. കണ്ടോ? ഇനി അടുത്ത എന്താണ്? Forces. In which liquid did the stone experience maximum buoyancy? In which liquid did the stone experience least buoyancy? What is the density of that liquid? What is the relation between liquid's density and buoyancy? ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കുക. Factors that influence buoyancy. വേറൊരു കാര്യമാണ് വോളിയം. വോളിയം ഡെൻസിറ്റി മാത്രമല്ല, വേറൊന്ന് വോളിയം കൂടെ എഫക്ട് ചെയ്യുന്നുണ്ട്. അതിനാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. When an object is immersed partially or completely in a fluid, buoyancy experienced by it is the weight of the fluid displaced by it. ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഒബ്ജക്റ്റ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് സ്റ്റോണും അയൺ ബ്ലോക്കും ആണ് ഒബ്ജക്റ്റ് ആക്കി എടുത്തിരിക്കുന്നത്. സ്റ്റോണും എടുത്തിട്ടുണ്ട്, അയൺ ബ്ലോക്കും എടുത്തിട്ടുണ്ട്. വെയിറ്റ് ഓഫ് ഒബ്ജക്റ്റ് ഇൻ എയർ. സ്റ്റോണിന്റെ വെയിറ്റ് എയറിൽ എന്താന്ന് കണ്ടുപിടിക്കുക. സ്റ്റോണിന്റെ വെയിറ്റ് വെള്ളത്തിൽ കണ്ടുപിടിക്കുക. ലോസ് ഓഫ് വെയിറ്റ്, ബോയൻസി. വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ വാട്ടർ ചെയ്താൽ നമുക്ക് ബോയൻസി കിട്ടും. വെയിറ്റ് ഓഫ് വാട്ടർ ഓവർഫ്ലോ, എത്ര വെള്ളം പുറത്തേക്ക് ഓവർഫ്ലോ ചെയ്തു എന്നുള്ളത് കണ്ടുപിടിക്കാം. അതേപോലെ അയൺ ബ്ലോക്കിന്റെ വെയിറ്റ് എയറിൽ കണ്ടുപിടിക്കുക, വെള്ളത്തിൽ കണ്ടുപിടിക്കുക. വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ വാട്ടർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ബോയൻസി കിട്ടും. വെയിറ്റ് ഓഫ് വാട്ടർ ഓവർഫ്ലോ, അതിട്ടപ്പോൾ എത്ര വെള്ളം ഓവർഫ്ലോ ചെയ്ത് പോയി എന്നുള്ളതിന്റെ വെയിറ്റും കണ്ടുപിടിക്കുക. വോളിയം ഇസ് എ ഫാക്ടർ ദാറ്റ് എഫക്ട്സ് ബോയൻസി. When a body, അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ ആണ്. When a body is floating in a liquid, the weight of the floating body is equal to the weight of the fluid displaced by it. അതാണ് ആദ്യത്തെ കാര്യം. ഫ്ലോട്ടിംഗ് ബോഡിന്റെ വെയിറ്റ് is equal to weight of the fluid displaced by it ആണ്. എത്ര മാറ്റം വന്നു അതിൽ. When a body is completely immersed in a fluid, ചില ബോഡി സ്റ്റോൺ ഒക്കെ ആണെങ്കിൽ വെള്ളത്തിൽ മുങ്ങിപ്പോവും അല്ലേ. when a body is completely immersed in a fluid, the volume of the displaced fluid will be equal to the volume of the body. ആ ഒരു കേസാണ്. രണ്ട് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ ആണ് ഇത്. ഓക്കെ. അലൂമിനിയം ഫോയിൽ പേപ്പർ ഫ്ലോട്ടിംഗ് ഓൺ വാട്ടർ ഉണ്ടോ? ഇതാണ് അലൂമിനിയം ഫോയിൽ പേപ്പർ ഫ്ലോട്ടിംഗ് ഓൺ വാട്ടർ. അലൂമിനിയം ഫോയിൽ പേപ്പർ മെയ്ഡ് ഇൻ ടു ബോൾസ്, ഇത് ബോളാക്കി മാറ്റിയത്. Aluminum foil paper balls on water. Stay safe and keep learning.